പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്നും രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവെ, എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് 2004 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അത് ഏറ്റെടുത്തപ്പോൾ ദൈവം മഹത്വപ്പെട്ടതിൻ്റെ തുടർ ദൈവാനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ. എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും അവൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക. നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും, ഉടമ്പടി ആണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട്. എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത്, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാൾ എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു.
ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. പ്രിയപ്പെട്ടവരെ, വചന ഒരുക്കം, അങ്ങനെ ഒരു പ്രതിഭാസം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിലും നമുക്ക് അത് അസ്വാഭാവികമായിട്ട് സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പം ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചന ഒരുക്കം എന്താണെന്ന് അറിയണം. ഇപ്പം ഐസ് ഉരുക്കുക എന്ന് വെച്ചാൽ ഐസ് മെൽറ്റിങ്. അതുപോലെ തന്നെ വേർഡ് ഓഫ് ഗോഡ്, ഡിവൈൻ വേർഡ് തന്നെ മെൽറ്റ് ചെയ്ത് വരും. ഐസ് മെൽറ്റാകുമ്പോൾ എന്ത് സംഭവിക്കും? അത് മഞ്ഞുരുകി തണുത്ത വെള്ളമായി പടരുകയല്ലേ. അതൊക്കെ ഐസ് പൊട്ടിച്ച് തിന്നാൻ ഭയങ്കര, നമ്മുടെ പല്ലുവരെ കുളിക്കുകയോ മരവിക്കുകയോ ചെയ്യും. പക്ഷേ ഐസ് വെള്ളമായി കഴിയുമ്പോൾ ആൾക്കാർ കുടിക്കുന്നുണ്ട്. അതെച്ചാൽ ഒരു ഈറ്റബിൾ, അസിമിലിയേറ്റബിൾ, അതങ്ങനെ അസിമിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയായിട്ട് ഒരു വചനം മാറും. അതെന്താണ് ഐസ് വചന ഉരുക്കം, അല്ലെങ്കിൽ വചന ഉരുക്കം എങ്ങനെ സംഭവിക്കുന്നു, ആധ്യാത്മിക ജീവിതത്തിൽ അതെങ്ങനെ പ്രാപ്തമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നത്. നമുക്കറിയാം ഐസ് ഉരുകണ എങ്ങനെയാണ്? ചൂട് തട്ടുമ്പോഴാണ് ഉരുകണേ അല്ലേ. അതുപോലെ തന്നെ മുട്ട വിരിയണത് അതും ചൂട് തട്ടുമ്പോഴാണ്. അപ്പൊ ചൂട് ഒരു പ്രശ്നമാണ്. ചൂട് അതുപോലെ തന്നെ വചനത്തിന് ചൂട് തട്ടുമ്പോൾ അതിങ്ങനെ മെൽറ്റാവും. വചനത്തിന് എന്തിൻ്റെ ചൂടാണ് തട്ടണത്? ദൈവസ്നേഹത്തിൻ്റെ ചൂട് തട്ടണം. അതാ കർത്താവ് പറയണത്, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന്. യോഹന്നാൻ 14:23. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ക്രിസ്തുവിന്റെ വെളിപാടുകള്, ക്രിസ്തുവിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെളിപാടുകൾ എന്ന് വെച്ചാൽ ക്രിസ്തു അനുഭവങ്ങൾ തന്നെയാണ്. ക്രിസ്തു അനുഭവത്തിന്റെ വ്യത്യസ്തമായ ആസ്വാദന മേഖലകൾ. ഇപ്പം ക്രിസ്തു അൾട്ടിമേറ്റ് രൂപം നമുക്ക് ഭൂമിയിൽ ലഭ്യമാകുന്നത് ദിവ്യകാരുണ്യത്തിലാണെങ്കിലും ദിവ്യകാരുണ്യ അനുഭവം തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു 10% to 20% എക്സ്പീരിയൻസ് ആണ് സാധാരണ ആൾക്കാർ ഉള്ളത്. അതും സാങ്കേതികമായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹമില്ലായ്മ കൊണ്ടും. കാര്യം ദിവ്യകാരുണ്യം പോലും നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ വ്യത്യസ്തത നമുക്ക് ഒരു കമ്മ്യൂണിക്കബിൾ ആകണമെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ. വിശുദ്ധിയും ദൈവസ്നേഹവും ഒരുമിച്ച് പോകേണ്ടതാണെങ്കിലും അതിന് രണ്ടും രണ്ടായി പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം വിശുദ്ധിയുള്ള എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവസ്നേഹമുണ്ട്. പക്ഷേ ദൈവസ്നേഹത്തിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ മനുഷ്യസ്നേഹം. ഗതികേട് കൊണ്ട് പല ആധ്യാത്മിക വരട്ടുവാദികളുടെയും ഒരു അവസ്ഥ, ദൈവസ്നേഹം കൂടി കഴിയുമ്പോൾ മനുഷ്യസ്നേഹം കുറഞ്ഞു വരും. അപ്പോഴേ ഈശോ അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ കൽപ്പന പാലിക്കുന്നു പറയുമ്പോൾ കൽപ്പനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അയൽക്കാരനുണ്ടല്ലോ. ആരാണ് എൻ്റെ അയൽക്കാരനെ ചോദിക്കുന്ന ഇടത്ത് നമ്മുടെ സഹായം ആവശ്യമുള്ള എല്ലാവരും അയൽക്കാരായി തീരുന്ന ഒരു ക്രിസ്തു ദർശനമുണ്ട്. അപ്പോൾ ഈ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ ജാതി മത വർണ്ണ വർഗ അപ്പുറത്ത് മനുഷ്യൻ്റെ അവസ്ഥകളെ ഉൾക്കൊള്ളുകയും അവൻ്റെ താനെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തവനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഞാൻ നിഷ്പക്ഷമായിട്ട് പറയാം,
ഈ ആധ്യാത്മികർ എന്ന് പറയുന്ന പല ആൾക്കാരും അവരുടെ എന്തോ സ്വകാര്യ സ്വർഗം സൃഷ്ടിക്കാൻ വേണ്ടി ദൈവത്തിന് എൻ്റെ കൂടി പ്രാർത്ഥനയുടെ കുറേ മാർഗങ്ങൾ ഉന്നയിച്ച് ജീവിതം മുഴുവനും പ്രാർത്ഥനയാക്കി മാറ്റിയിട്ട് ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ട് ഹൃദയമില്ലാതെ ജീവിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ വ്യവഹരിക്കാനും വിസ്തരിക്കാറുമുണ്ട്, നീ അങ്ങനെയാണോ എന്ന്. കാര്യം അത് ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, വചന ഒരുക്കത്തിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ മനുഷ്യരോട് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ഒരു ഒരുക്കവും ഒക്കെ ഉണ്ടെങ്കിലേ അവനെ ചേർത്ത് നിൽക്കണം. അവൻ്റെ ദുഃഖം കേൾക്കുമ്പോൾ നമുക്കും ഒരു ദുഃഖമായിട്ട് തോന്നണം. അത് തോന്നിയിട്ട് കേവലമായിട്ട് നമുക്ക് മരവിപ്പായിട്ട് ഒരു സിമ്പതി കാണിക്കുക, അതല്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒരു പരിമിതി ഉള്ളത് ഞാൻ പലപ്പോഴും എനിക്കതിന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വെറുതെ ആൾക്കാരുടെ പ്രയാസം കേൾക്കത്തില്ല. എന്താ കാര്യം? കേൾക്കുമ്പോൾ അവർക്ക് സുഖമുണ്ടാകാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലേ. ഒരു പ്രസൻസും സ്കിൽഫുൾ പ്രസൻസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് പ്രസൻ്റ് ആകാം. ഇപ്പോൾ ഒരാൾ മുറിവേറ്റിരിക്കുന്നു, അവിടെ ഞാൻ പോയി പ്രസൻ്റ് ആകുമ്പോൾ അയ്യോ സോറി അത് ശരിയാവും നമുക്ക് നോക്കാമെന്നൊക്കെ പറയാമെന്നല്ലാതെ അതൊരു കേവല പ്രസൻസാണ്. പക്ഷെ ഒരു ഡോക്ടറിൻ്റെ പ്രസൻ്റ് ആണെങ്കിൽ അത് സ്കിൽഫുൾ പ്രസൻസാണ്. അതുപോലെ ഒരു വിഷയങ്ങളിൽ ഉത്തരവാദിത്തപൂർണമായ ഒരു സാന്നിധ്യം അങ്ങനെ കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവിടെ ക്രിസ്തു ഉണ്ടാകുന്ന നിർബന്ധമില്ല. അത് കേവലമായ അവരുടെ ഒരു അഭിരുചികളെ കൊണ്ടാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ ഉത്തരവാദിത്തമായ സ്നേഹം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവസ്നേഹമായിട്ട് മാറുകയും വചന ഒരുക്കം സംഭവിക്കുകയും ചെയ്യും. അപ്പം നിങ്ങളിലേക്ക് വചന ഒരുക്കം കൊണ്ട് എന്താ ഉദ്ദേശിക്കണം? കഴിഞ്ഞ ദിവസങ്ങളിലൊരു വചനം വന്നത് ഞാൻ വല്ലാണ്ടാക്കിയ ഒരു വചനമാണ്. അതായത് നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നൽകുകയില്ല എന്ന്. അത് ഒരു വല്ലാത്ത വചനമാണ്. അതായത് ദൈവത്തിന് നമുക്ക് തരാനുള്ള ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അതുപോലും ഒരു പഞ്ഞവും പിടിക്കാതെ അവൻ സമർത്ഥമായി സ്വതന്ത്രമായി സന്തോഷത്തോടെ പൂർണ്ണമായി യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പൂർണ്ണമായി ഷെയർ ചെയ്തതാണ്. കരുതി വെക്കാതെ ഷെയർ ചെയ്ത ആളാണ്. നമ്മളെ എന്ത് ദൈവസ്നേഹം പറഞ്ഞാലും പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാതെ ആർക്കും ഒരു ആധ്യാത്മികതയുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒന്നും കരുതി വെക്കാതെ, ക്രിസ്തുവിനെ പോലും കരുതി വെക്കാതെ നമുക്ക് വേണ്ടി കരുതൽ ചെയ്തവനാണ്. ഇവരെക്കുറിച്ചുള്ള സ്നേഹം കൂടി വരുമ്പോൾ അവൻ്റെ വചനങ്ങൾ ഉരുകാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകിയില്ലെന്ന്. ഇപ്പം നമ്മൾ ഈ സമസ്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ഇന്നത്തെ ഒരു സന്ദേശം. നമ്മൾ സമസ്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ക്രിസ്തുവിനാണ് പ്രാധാന്യം കൊടുത്തെങ്കിൽ സമസ്തം നമുക്ക് ഒരു വിലയും മുടക്കാതെ കിട്ടേണ്ടതാണ്. ഒരു വിലയും നമുക്ക് മുടക്കാതെ നമുക്ക് ലഭിക്കേണ്ടതാണ്. അപ്പം നമ്മളുടെ ഒരു പ്രയോറിറ്റി, ഒരു മോട്ടിവേഷൻ, നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷയത്തിൽ എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി അതാണ് വചന ഒരുക്കത്തിലൂടെ എനിക്ക് ലഭിച്ചത്. യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും, അത് എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാം. ഞാനിവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഓർക്കണേ, ഇത് ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ഈ മഹാ തകർച്ചകളിലെ ഇവരെ മാതാവ് നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നം കാണിച്ച് സ്വപ്നത്തിലൂടെ കുടുംബം രക്ഷപ്പെടാനുള്ള വഴിയും സ്ഥലവും കാണിച്ചു കൊടുത്തതിൻ്റെ പൊരുൾ എന്താണെന്ന്. അപ്പോൾ ആ സാക്ഷ്യത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സാക്ഷ്യത്തിൽ പറയുന്ന കാര്യത്തിൽ ഞാൻ എപ്പോഴും ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക്, ഈ 100 മീറ്ററല്ലേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക്, അപ്പോൾ ഒരു കുഞ്ഞു കുരിച്ചെടി ഉണ്ടാകും അമരൂപ മാതാവിൻ്റെ. ആ കുഞ്ഞു കുരിച്ചെടിയിൽ കവർ ചെയ്താണ് ഞാൻ ക്ഷേത്രത്തിലോട്ട് പോണത്. ആ കുഞ്ഞു കുരിശടിയുടെ ഞാൻ പോകുന്ന വഴിക്ക് മാതാവിനെ കാണുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവില്ല, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഇതാണ് ഇവർ പറയണത്. അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവില്ലോ, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥന.
ഇത് ഇവർ എപ്പോഴും എല്ലാ ദിവസവും പറയണ സംഭവമാണ്. അതായത് നിങ്ങൾക്ക് മാതാവുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തകർന്ന കാലത്ത് ആ റിലേഷൻ വെച്ചുകൊണ്ട് അമ്മ നിങ്ങളെ സഹായിക്കാൻ വന്നിരിക്കും. അതിൻ്റെ പേരിലാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഏതെങ്കിലും കാലത്ത് മാതാവിനോട് നിങ്ങൾ കാണിച്ച പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലാണ് ഈ കണ്ണീരിൻ്റെ കാലത്തേക്ക് ദൈവം, ഈ ഉടമ്പടിയുടെ ആസ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നമ്മളെ ഉടമ്പടി ധ്യാനം കൂടേണ്ടത് ശരിക്കും ഓൺലൈനിലാണ്. ഓൺലൈനിൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിക്ക് എപ്പോഴും ധ്യാനം കൂടിയിരിക്കണം. ധ്യാനം കൂടി അതിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അതാണ് ഉടമ്പടി നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം. ഉടമ്പടി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതാണ്. എന്താണ്? എപ്പോഴും ഈ അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് ടച്ച് വിട്ടു പോകരുത്. കാര്യം ടച്ച് വിട്ട് പോയാൽ ഗ്യാപ്പായി കഴിഞ്ഞാൽ പിന്നീട് കണക്ഷൻ മൊത്തം പോകും. കണക്ഷൻ പോയില്ലെങ്കിൽ എന്തിനാണ് ഈ കണക്ഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾക്ക് എപ്പോഴാണ് കിട്ടുക, ദൈവം അതെപ്പോഴാണ് തരിക, എങ്ങനെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും, ഇതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഇതെല്ലാം പക്ഷേ ദൈവത്തിന് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം വ്യക്തമായ ഐഡിയ ഉണ്ട്, എല്ലാ വിഷയത്തെക്കുറിച്ചും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം, വളരെ രസകരമായ സാക്ഷ്യമാണ്. ആ ചേച്ചിക്ക് അവർ ഉടമ്പടിയിലായതുകൊണ്ട് അവരെന്താ ചെയ്യണത്? സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും എല്ലാ ദിവസവും. 2 സാക്ഷ്യങ്ങൾ വെച്ചെങ്കിലും അത് ടച്ച് വിട്ട് പോകാതിരിക്കാനാണ്. കർത്താവുമായിട്ട് നമ്മൾ ഓൺലൈനിലാകുകയാണ്. അത് കാരണം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഉടമ്പടിയുടെ ഒരുക്കത്തിലാണ്, ഉടമ്പടി എടുക്കാനുള്ള തീരുമാനത്തിലാണ് ഇവർ സാക്ഷ്യം കേൾക്കുന്നത്. സാക്ഷ്യം കേട്ടപ്പോൾ ഒരു സാക്ഷ്യം ഇതാണ്, അവർ കേട്ട സാക്ഷ്യം ഇതാണ്: വഴിയില്ലാത്ത വീട്ടിലേക്ക് കാർ കയറുന്ന വഴി കിട്ടി. അതാണൊരു സാക്ഷ്യം. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു 10,000 പേര് സാക്ഷ്യം കേൾക്കുമെങ്കിലും ഇപ്പം നമുക്ക് വഴിയുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കാർ കയറുമല്ലോ, ഇത് നമ്മുടെ കാര്യമൊന്നുമല്ലല്ലോ, ഇത് നിങ്ങൾ തള്ളിക്കളയാം. പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കുള്ള സാക്ഷ്യം വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് സാക്ഷ്യം 1 by 1 ആയിട്ട് കൂടിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ആ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വഴി ഒരു പ്രശ്നമാണ്. പക്ഷേ വഴി അവരെഴുതി തള്ളിക്കളഞ്ഞ ഒരു പ്രശ്നമാണ്. കാര്യം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഒരിക്കലും നടക്കാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്, അവരുടെ പേര് റീന ഫ്രാൻസിസ് ആണ്, തവം, കണ്ണൂർ. അവരുടെ വീട് വയലിൻ്റെ നടുക്കാണ്. അപ്പോൾ വയലിൻ്റെ നടുക്ക് വീടൊക്കെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടോപ്പോഗ്രഫി മനസ്സിലാകത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ ഹൈ റേഞ്ചിലുള്ളവരാണെങ്കിൽ അവിടെ താഴ്വാരങ്ങളിലൊക്കെയാണ് വയലുള്ളത്. അവിടെ നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വരമ്പൻ റോഡും ഒക്കെ വേറെ ഉണ്ട്, നമ്മളതിന് നടക്കും, നമുക്ക് വയൽ പ്രശ്നമല്ല. പക്ഷേ ഈ തീരദേശ റൂട്ടുകളിലെല്ലാം, കൊല്ലമല്ല, ആലപ്പുഴ, കൊച്ചി, വടക്കംപറവൂർ, അങ്ങനെ വന്ന് കണ്ണൂർ വരെ തീരദേശ റൂട്ടിലെല്ലാം വയലുണ്ട്. ഈ വയലിലെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മുടെ റോഡ് എന്ന് ഈ ചേച്ചിയുടെ വീട് വയലിൻ്റെ നടുക്കാണ്. ദാറ്റ് മീൻസ് ഒരടിയൊന്നുമല്ല, അടിക്കണക്കിനല്ല അവർ പറഞ്ഞു, 200 മീറ്റർ. ദാറ്റ് മീൻസ് ഒരു 600 അടിയോളം വഴി നടക്കണം. വീടിൻ്റെ റോഡിൽ നിന്ന് 600 അടി അല്ലെങ്കിൽ 200 മീറ്ററോളം നടക്കണം വയലിലൂടെ. നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് ചെളിയായിരിക്കും. പൂഴിയാണെന്ന് മണ്ണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാര്യം ഈ മണ്ണെന്ന് ആലപ്പുഴ പറയുന്ന സംഭവത്തിന് കോട്ടയത്തൊക്കെ പറഞ്ഞത് പൂഴിയെന്നാണ്. ഈ ചെളിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ചെളി എന്ന് പറഞ്ഞാൽ ചെളി പുതഞ്ഞ ചെളിയാണ്, പാടത്തെ ചെളിയാണ്. ഇപ്പോൾ ചെളിയിൽ ചവിട്ടിയാണ് ഇവർ നടക്കുന്നത്. ഇപ്പോൾ വീട്ടമ്മച്ചി പറയണത് അവർക്ക്, ഞാൻ അധികം പുറത്ത് പോകാറില്ല, പക്ഷേ എൻ്റെ മക്കളും ഭർത്താവുമാണ് എപ്പോഴും പുറത്ത് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു ദുരിതമാണ്. നേരെ വെളുത്താൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ അവരുടെ മുഖമൊക്കെ തന്നെ മാറും. കാര്യം എന്താണ്? ഈ ചെളി ചവിട്ടി പോകണ്ടേ, തിരിച്ച് ചെളി ചവിട്ടി വരണം. 1 മീറ്റർ 10 മീറ്ററൊന്നുമല്ലല്ലേ, 100-200 മീറ്റർ നടക്കണ്ടേ. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടോടുകൂടി അവർ അമ്മയോട് പറഞ്ഞ, അമ്മേ, ഞാൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങൾക്കും വഴിയില്ല. വഴിയുടെ കാര്യം ഇവർ ഉടമ്പടിയിൽ വെച്ചു. എന്ന് വെച്ചാൽ വഴിയുടെ കാര്യം ഉടമ്പടി വെക്കാൻ വേണ്ടിയാണ് ദൈവം ആ സാക്ഷ്യം ആ സമയത്ത് അവരെ കേൾപ്പിക്കണത്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു മെക്കാനിസം എന്ന് പറയണത്. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും.
വല്ലാത്ത ഗൈഡൻസാണ്. നമുക്ക് കരഞ്ഞു പോകും ഒരു ജന്മം മുഴുവനും. ആ ദൈവത്തിന് എങ്ങാനും നിങ്ങളൊന്ന് അറിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ പശ പോലെ ഒട്ടിപ്പോകും നമ്മൾ. പിന്നെ മാറത്തില്ല, മനുഷ്യൻ മാറത്തില്ല, അത്രയ്ക്ക് സുന്ദരമാണ്. അപ്പോൾ ഇവർക്കിപ്പോൾ ഇവരുടെ ആ ഗൈഡൻസ് നോക്കിയാൽ നിങ്ങളെ, ഇവർക്ക് വഴി കൊടുക്കാൻ ദൈവം തീരുമാനിക്കുന്നു. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കണത്? അത് ഉടമ്പടിയിലേക്ക് വെക്കാൻ വേണ്ടി ഇവർക്കൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ്. അതിനെന്താ ദൈവം ചെയ്തത്? ഒരു സാക്ഷ്യം കേൾപ്പിക്കുന്നു. നടക്കാത്ത ഒരു കാര്യം, 200 മീറ്റർ വഴി നാട്ടുകാരുടെ പുരയിടമാണ്, വലിയ ജന്മികളുടെയും മറ്റുള്ളവരുടെയൊക്കെ പുരയിടമാണ്. അവിടെ അത് 200 മീറ്ററൊക്കെ നമുക്ക് കിട്ടുമോ? അതൊരിക്കലില്ല. പക്ഷേ ഈ അമ്മ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഇതാണ്, ഇതിൻ്റെ ടോട്ടൽ ഓണർഷിപ്പ് ആർക്കാനുള്ളത്? റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ടോട്ടൽ ഓണർഷിപ്പ് ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. 89 സങ്കീർത്തനം 11 തിരുവചനം. സങ്കീർത്തനം 89:11 വായിച്ചോളൂ. ആകാശം അങ്ങയുടേതാണ്. പ്രാർത്ഥിച്ചേ. ആകാശം അങ്ങയുടേതാണ്, ഭൂമിയും അങ്ങയുടേത് തന്നെ, ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത്. അപ്പൊ മാസ്റ്റർ കൺട്രോള് ആരുടെ കയ്യിലായിരിക്കും? ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. വിശ്വാസിയുടെ ആസ്തി അതാണ്. നീ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ കയ്യിലാണ് നിന്റെ ജീവിതത്തിന്റെ ഭാഗതയും ഇരിക്കുന്നത്. കൈ ഇടിച്ച് കിടത്താനും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വിശ്വാസി, നീ എന്തിനാണ് കർത്താവിൻ്റെ വചനം വായിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, നമുക്ക് ആരൊക്കെ എല്ലാം ഉണ്ട്, നമുക്ക് എന്തൊക്കെയുണ്ട്, നമ്മുടെ ആസ്തി ഭദ്രത എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ വചനം വായിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ആരൊക്കെ ഉണ്ട്? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്പദങ്ങൾ എന്താണ്? ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിലാണ് എൻ്റെ ആസ്പദം, ആശ്രയം. അപ്പോൾ മറ്റുള്ളവരുടെ പുരയിടമാണെന്ന് പറഞ്ഞാലും ബേസിക്കായിട്ട് എൻ്റെ അപ്പൻ്റെ ആണെന്നുള്ളതാണ് ബോധം നമുക്ക് വിശ്വാസിക്കുണ്ടാകണം. വിശ്വാസമാണ് ഏൺ ചെയ്യണത്. മനസ്സിലായില്ലേ? നമ്മൾ ഏൺ ചെയ്യണത് അത് മറ്റുള്ളവരുടെയും പുരയിടമല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നീ കെട്ടിയെടുത്ത് വിശ്വാസിയാകേണ്ട കാര്യമില്ല. നീ വിശ്വാസിയാണെങ്കിൽ നിൻ്റെ എല്ലാ വിഷയവും, അതിൻ്റെ 2ാമത്തെ വചനം വായിച്ചേ. ആകാശവും ഭൂമിയും ലോകവും അതിൻ്റെ സമസ്തവും ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് മാസ്റ്റർ കൺട്രോളാണ്. അപ്പം അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ അനന്തമായ സാധ്യതയാണ് നമ്മുടെ മുന്നിലെ വിശ്വാസം തുറന്നു തരുന്നത്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗലാത്യരുടെ ലേഖനം ഇന്ന് വായിച്ച സുവിശേഷമാണ്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെയാണ് രക്ഷ എന്നാണ് യഹൂദൻ്റെ ആദ്യ പ്രാഥമിക വെളിപാടുകൾ. സെൻറ്റ് പോളിൻ്റെ കാലം വന്നപ്പോൾ സെൻറ്റ് പോൾ അതിനെ ആ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റാത്ത ആൾക്കാരെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്ന് ആ മനുഷ്യൻ കണ്ണീരോടെ കർത്താവോട് പ്രാർത്ഥിച്ചു. യഹൂദന്മാർക്കല്ലേ നിയമങ്ങൾ നൽകപ്പെട്ടത്, അവർക്കല്ലേ അത് പാലിക്കാനുള്ള തീഷ്ണതയും സൂക്ഷ്മതയും ഉള്ളത്. സാധാരണ യഹൂദന്മാർ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? അങ്ങനെ പിന്നെ ക്രിസ്തുവിൻ്റെ പ്രസക്തി എന്താണ്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ? ക്രിസ്തു എല്ലാമല്ലേ? എല്ലാമായ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ക്രിസ്തു എല്ലാവർക്കും കിട്ടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് സെൻറ്റ് പോളിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായപ്പോൾ സെൻറ്റ് പോളിനോട് പറഞ്ഞതാണ്, വിശ്വാസമാണ് മത് വരി, നിയമത്തെക്കാൾ വലുതാണ് വിശ്വാസം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം കേൾക്കാം. ഗലാത്യ 3:5. ഗലാത്യ ലേഖനം 3:5. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും, നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ, അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? അതാണ്. അപ്പോഴ് നിയമാനുഷ്ഠാനം നൽകപ്പെട്ടത് കൊണ്ടല്ല, അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വസിച്ചത് കൊണ്ടാണ്. എന്താണ് വിശ്വസിക്കേണ്ടത്? ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവാണ് എൻ്റെ ഉടമസ്ഥൻ. ഈ ആസ്തിയെല്ലാം അവൻ്റെതാണ്, അവൻ്റെ കയ്യിലുള്ളതാണ്. എപ്പോഴായാലും ആരുടെ കയ്യിലുള്ളതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുള്ളത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ തരും. വേണ്ട സമയം.
വേണ്ട സമയം ബൈബിളിൽ ഏറ്റവും ശക്തമായൊരു വാക്കാണ് വേണ്ട സമയം. കാര്യം നിങ്ങൾക്കെല്ലാം വേണ്ട ഓരോ സമയമുണ്ട്, ഓരോ കാര്യവും വേണ്ട സമയമുണ്ട്. വേണ്ട സമയമാണ് ദൈവം. സമയമെന്നല്ല ബൈബിൾ പറയണത്. ഹെബ്രായർ 4:16 റീഡ് ഇറ്റ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹെബ്രായർ 4:16 അതിനാൽ വേണ്ട സമയത്ത് കരുണയും പറഞ്ഞേ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ആ വചനം അടിപൊളി വചനമാണ്. ഒറ്റ വചനം, ക്യാപിറ്റൽ വേർഡ് മദർ വേർഡാണ്. മദർ വേർഡ് എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് വേർഡാണ്. വചനത്തിൻ്റെ അകത്ത് പലതരം വചനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അക്വേറിയത്തിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു ഈ കിളികളെ വളർത്തുക, മീൻ വളർത്തുക, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തൊക്കെ വരും. അപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ അക്വേറിയത്തിൽ ചില വലിയ അക്വേറിയങ്ങളൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ മീൻ വാങ്ങിക്കും അവിടുന്ന്. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് ഇതിൻ്റെ മീനെന്നൊക്കെ പറയുന്നത് അവൾ ഭംഗിയുള്ള കളർഫുള്ളായിട്ട് മീൻ. ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിനൊക്കെ എതിരെ മനുഷ്യാവകാശ പോരാട്ടം മാത്രമല്ലല്ലോ, ഒരു പരിസ്ഥിതി പോരാട്ടമുണ്ട് അതിൻ്റെ പിന്നിലേ. കാരണം ഞാൻ 76-ൽ വിഴിഞ്ഞത്തും അതുപോലെ കോവളത്തൊക്കെ ചെന്നിട്ട് കടലിറങ്ങി മീൻ പിടിച്ചിട്ടുള്ളതാണ്, തോർത്ത് കൊണ്ട് കോരി. അപ്പോഴൊക്കെ നമ്മൾ കാണുന്ന മീനെന്നൊക്കെ പറഞ്ഞതേ മഴവില്ലിനേക്കാൾ മനോഹരമായ 10,000-കണക്കിന് മീനുകളുടെ ഒരു പരിസ്ഥിതി ആവാസ വ്യവസ്ഥയാണ് വലിയ തുറമുഖങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് അന്യാധീനപ്പെടുത്തി കളയണത്. ആ സ്വത്ത് എത്ര കപ്പലിൻ്റെ ചരക്കിറക്കിയാലും പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവ് ദൈവമേ, ലോകം മുഴുവനുള്ള അങ്ങ് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മനുഷ്യന് വേണ്ടി വിഭാവന ചെയ്ത പരിസ്ഥിതി സ്വപ്നങ്ങളെ നശിപ്പിച്ചു കളയുന്ന ലാഭക്കൊതിയുടെ കോർപ്പറേറ്റ് വികസനങ്ങളെ അങ്ങ് തന്നെ പ്രതിരോധിക്കണമേ. കൃപാവരം നൽകപ്പെടുന്നത് എപ്പോഴാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ബൈബിള്. എപ്പോഴാണത്? വേണ്ട സമയത്ത്. ഈ സമയം ആരാണ് ഡിക്റ്റേറ്റ് ചെയ്യണത്? നമുക്ക് ഈ സമയത്തെക്കുറിച്ച് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. നമുക്ക് ഈ സമയത്തെക്കുറിച്ച് കാര്യം എന്താണ്? വേണ്ട സമയം. ഹെബ്രായർ 4:6 വേണ്ട സമയത്ത് എന്താ നമുക്ക് ലഭിക്കേണ്ടത്? കരുണയും കൃപാവരവും. ഇത് രണ്ടും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. ഇത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? ഇത് ഉടമ്പടി ഇല്ലാതെ നടക്കത്തില്ല. എന്താ പറയണത്? വേണ്ട സമയത്ത്. പറഞ്ഞേ. വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ കസേരയല്ല സിംഹാസന, വ്യത്യാസമുണ്ട്. കസേര ഇവിടെ ചറവ് പോലെ ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നൊരു കാര്യമില്ല. ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചൊരു കാര്യമില്ല. നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന പല മധ്യസ്ഥ രംഗങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം കൃപാവരത്തിൻ്റെ കസേരകളാണ്, സിംഹാസനമല്ല. സിംഹാസനത്തിൽ തമ്മിൽ തിരിച്ചറിയണം വിഷയം. അധികം സിംഹാസനമൊന്നുമില്ല. ഉടമ്പടിയിൽ റിലേസ് ചെയ്യണത് സ്വലോകങ്ങളുടെ രാജ്ഞിയായി മുടിതിരിക്കപ്പെട്ടതുമേൽ ധ്യാനിക്കുക. അത് അവിടുത്തെ സിംഹാസനം. അത് മരിയൻ ത്രോണാണത്. അവരെ കണ്ടപ്പോഴാണ് പറയണത്, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സുസ്ഥി. അപ്പോഴേ നമുക്കറിയാം പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനം, പുത്രൻ തമ്പുരാൻ്റെ സിംഹാസനം, പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനം, ത്രിത്വൈക ദൈവത്തിൻ്റെ ഇരിപ്പിടം. ഈ ഇരിപ്പിടങ്ങളിലേക്ക് പിന്നെ മനുഷ്യരാശിയുമായിട്ട് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് വളരെ അടുത്ത് പിന്നെ നിൽക്കുന്ന ഒരു സോഴ്സസ് എന്താ? മാധ്യശക്തി എന്താ? മറിയത്തിൻ്റെ മാധ്യശക്തിയാണ്. അതെന്താ കാര്യം? അവർ ബേസിക്കായിട്ട് ഹ്യൂമനാണ്. അതാണ് വിഷയം. അവർ ബേസിക്കായിട്ട് ഹ്യൂമനാണ്. അപ്പോൾ ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥകൾ, മനുഷ്യൻ്റെ എല്ലാത്തരം ഇല്ലായ്മയുടെ അവസ്ഥകൾ, ആ ഇല്ലായ്മകൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദ്വിഗ്നതയുടെ അവസ്ഥകൾ ഒക്കെ വിവേചിക്കാനും സെൻസ് ചെയ്യാനും നമുക്ക് പറ്റുന്ന ഒരാളെയാണ് ദൈവം നമുക്ക് അമ്മയായി നൽകിയത്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഉപരി അറിയുന്ന മാതൃവാത്സല്യത്തില് അഭയം പ്രാപിച്ചുകൊണ്ട് അമ്മയുടെ മക്കള് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേല് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വേണ്ട സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സമയങ്ങളും നമ്മൾ മറന്നു പോകും. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും. പക്ഷേ വേണ്ട സമയത്തെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാനുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അന്ത്യനിമിഷങ്ങളായിരിക്കും കർത്താവ് നിന്നെ ഇൻസ്പയർ ചെയ്യണത്. അപ്പോൾ നീ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റോഷ്യാൻ എന്നും പറഞ്ഞൊരു നല്ല എഡ്യൂക്കേറ്റഡ് ലേഡിയുടെ സാക്ഷ്യം ഉണ്ടായി. അവർ ഫിസിക്സ് MSc ആണ്, നല്ല മാർക്കോടുകൂടി പാസ്സായതാണ്. അപ്പോൾ അവരുടെ മുമ്പിലുള്ളത് തോമ്പടി കരുതിയാണ് കൊച്ചി. അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് അവർക്ക് നെറ്റ് എഴുതാം, ഗേറ്റ് എഴുതാം. പക്ഷേ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ ആ കാലങ്ങളിലെല്ലാം അവർ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ്. 2 കൊല്ലം അങ്ങനെ ചുമ്മാ തള്ളിപ്പോയില്ല ആൾക്കാരുടെ. അതിനുശേഷം അവർ നെറ്റിലേക്കും ഗേറ്റിലേക്കൊക്കെ വർക്ക് ചെയ്തെങ്കിലും 2 പരീക്ഷ എഴുതി അവർ. പക്ഷേ എപ്പോഴും എബോവ് 90% കവർ ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ വിഷയത്തിന്. ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റ് എന്ന് പറയും. നമുക്കുള്ള കോൺഫിഡൻസ് ഇല്ലേ, കോൺഫിഡൻസ് ചില സമയത്ത് മെറിറ്റ് കർത്താവ് തന്നെ ഡാമേജ് ആക്കി കളയും. ദൈവത്തെ ഡിവൈൻ എൻട്രി ഉണ്ടാകുമ്പോൾ മെറിറ്റ് ഡാമേജ് ആകും. അതിൻ്റെ കാലാവസ്ഥ വ്യത്യാസമാണ്. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ജീവിത കാലാവസ്ഥകളിൽ ചില വ്യത്യാസങ്ങൾ വരും. ഇത് സെൻസ് ചെയ്യാൻ നമുക്കൊരു വിശ്വാസിക്ക് പെട്ടെന്ന് കഴിയും. വിശ്വാസി അല്ലെങ്കിൽ മോങ്ങിക്കൊണ്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തന്നെത്താൻ പഠിച്ചുകൊണ്ടിരിക്കും. ഇവരെ സംബന്ധിച്ചത് അവരുടെ പ്രോബ്ലം അവർക്ക് എല്ലാത്തിനും കോൺഫിഡൻസ് ഉള്ള ലേഡിയാണ്. കാര്യം എല്ലാം എപ്പോഴും എബോവ് 90% 95% സ്കോർ ചെയ്യുന്ന ആളാണ്. മാത്സിനും ഫിസിക്സിനും ഒക്കെ അത്ര ഇൻ്റലിജൻ്റ് ആണ് ആൾ. പക്ഷേ എന്താ അവരുടെ പ്രോബ്ലം? അവർക്ക് നെറ്റ് എഴുതാം, അല്ലെങ്കിൽ ഗേറ്റ് എഴുതാം, കോളേജിൽ പഠിപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം അവർക്ക്. പക്ഷേ അല്ലെങ്കിൽ PhDക്ക് പോകാം. അപ്പോഴേ ഗേറ്റൊക്കെ എഴുതി അങ്ങനെ അതുകൊണ്ട് അതൊക്കെ കിട്ടും എന്ന് അവർക്ക് നല്ല കോൺഫിഡൻസാണ്. അത് കിട്ടും. കാര്യം എന്താണ്, അവർക്ക് ഇന്ന് വരെ അവർ കടന്നു വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ മുന്നേറ്റം, വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളിൽ ഒരിക്കലും അവർക്കൊരു ഇച്ഛാഭംഗം ഉണ്ടായിട്ടില്ല. അതാണ് അവരുടെ പ്രീ ഹിസ്റ്ററി. ദൈവം ഈ പ്രീ ഹിസ്റ്ററി ഉണ്ടാക്കുന്ന കോൺഫിഡൻസിലെ കർത്താവിൻ്റെ ഉദ്ദേശം വേറെയാണെങ്കിൽ ചിലപ്പോൾ അത് ഡാമേജ് ആകും. ഇവർക്ക് എന്നാ സംഭവിച്ചു? ഒരു നെറ്റും എഴുതി ഗേറ്റും എഴുതി, അത്യാവശ്യം കൊച്ചിങ്ങനൊക്കെ പോയാൻ എഴുതിയത്. പക്ഷേ പരീക്ഷ കൊള്ളി തരുമ്പോഴേ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പരീക്ഷ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പരീക്ഷ കയ്യിൽ നിന്ന് വിട്ടു പോയാലേ ഇവർക്കൊരു ഭയങ്കര സങ്കടവും. കാര്യം ഇത്രയും സ്കോറിംഗ് ഉള്ള ഒരാൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഈ നല്ല നല്ല കോൺഫിഡൻസിലേക്ക് സ്വന്തം അധ്വാനങ്ങൾ കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമൊക്കെ നല്ല സ്കോറിങ് ഉണ്ടാക്കി വരുന്ന ആൾക്കാർക്ക് ഒരു തട്ട് കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒന്നൊന്നര തട്ടായി പോകുന്നത്. പിന്നെ ഈ ആൾക്കാർ പൊങ്ങി വരാൻ പാടാണ് വിശ്വാസി അല്ലെങ്കിൽ. ഇവർ നിരാശ ഊശാന്താളിയൊക്കെ വളർത്തി ചുമ്മാ കഞ്ചാവൊക്കെ അടിക്കിച്ച് കണക്കിന് കാണാം. കാര്യം അവർ ജീവിതത്തിൽ പൊരുതി പരാജയപ്പെട്ടവരാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ തോറ്റാലും ദൈവം നീ ജയിച്ചുവോ നിശ്ചയിച്ചാൽ നീ ജയിച്ചതാണ്. കൈയടിച്ച് കിടത്താൻ. പ്രഭാഷണ പുസ്തകമാണ്. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാപെറുക്കുന്നവരെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. ഇത് ഉടമ്പടി വചനമാണ്. ഉടമ്പടി ആധ്യാത്മികത ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു വചനമാണിത്. ഒടുവിലാണ് പ്രഭാഷകൻ 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കേൾക്കുക. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. ഈ വചനം ഒന്ന് വായിച്ചേ. ഇത് ഈ പ്രഭാഷണം 33:16 ഇപ്പം കർത്താവിൻ്റെ നാവിൽ തന്നതാണ്. അതുകൊണ്ട് എനിക്ക് നമ്പറൊന്നും കിട്ടാത്തത്. ഇത് ഡയറക്റ്റ് ഉടമ്പടി വചനമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. Ephesians 2:8 ലിങ്കുള്ള വചനമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ യോഗ്യതയാലല്ല, പിന്നെന്താണ്? കർത്താവിൻ്റെ കൃപയാലാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അത്? ജനകോടികളുടെ വിശ്വാസാനുഭവമാണ് ശരിക്കും. എന്താണ് ഒന്ന് പറഞ്ഞ്? ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുൻപന്തിയിലെത്തി എന്ന് പറയുമ്പോൾ എവിടെ എത്തിയെന്നായി പറയണത്? കൊയ്ത്തുകാരുടെ കൂട്ടത്തിൽ എത്തിയെന്നായി പറയണത്. മനസ്സിലായില്ലേ? പിടിയില്ലേ? താമസിച്ചാണ് എഴുന്നേറ്റത്, ബാക്കിലായി പോയി. കാലാപെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
അതായത് നമ്മൾ കൊയ്ത്ത് പോകുമ്പോൾ കുറച്ച് സാധനം താഴെ വിട്ടുപോകും. അത് പാവത്തിനൊക്കെ ഉള്ള, ഇസ്രായേലിൽ പാവത്തിനൊക്കെ ഉള്ളതാണത്. പുറകെ റൂത്തൊക്കെ അങ്ങനെ കാലാപെറുക്കാൻ പോയ ആൾക്കാരാണ്. ബോവാസിൻ്റെ ഭാര്യ റൂത്തില്ലേ, റൂത്തിൽ നിന്നല്ലേ ബോവാസിൽ നിന്നല്ലേ പിന്നീട് ജസ്സയും നിന്ന് ദാവീദും യേശുക്രിസ്തുവിൻ്റെ വംശപരമ്പരയിൽ വരുന്ന ആളാണ് റൂത്ത്. റൂത്ത് അറിയാമല്ലോ, മൊവാബുകാരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രേസിന് വലിയ കിട്ടാൻ യോഗ്യതയുള്ള ആളല്ല. മൊവാബ് ഇപ്പോൾ മോസസൊക്കെ അവസാനം മൊവാബിനെ കുറിച്ച് പറയണത്, മൊവാബ് എനിക്ക് കൈ കഴുകുന്ന ബേസനാണെന്നൊക്കെ അല്ലേ പറയണത്. കഴുകാൻ ഉപയോഗിക്കുന്ന ബേസനാണ് മൊവാബ് എന്നാണ് പറയണത്. എന്താ കാര്യം? മൊവാബ് ലോത്തിൻ്റെ പെൺമക്കളുടെ മക്കളുടെ സന്തതികളാണ്. അപ്പോൾ നോക്കിയേ, അതാണ് വിഷയം. മോസസിനും അത് അത്ര കണ്ട് പിടിച്ചിട്ടില്ല. എന്താണ്? അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ പിള്ളേരാണെന്ന് മൊവാബ്. അതാണ് മോസസ് പോലും മൊവാബിനെ എല്ലാ ഗോത്രങ്ങളെയും ആശീർവദിക്കുകയല്ലേ. മൊവാബിനെ ആശീർവദിക്കുക പറയും, എനിക്ക് കൈ കഴുകാനുള്ള വെള്ളം അതിൻ്റെ ടബ്ബാണ് നീ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ പറയണത് എന്താ കാര്യം? മൊവാബിനെ അവർ അത്രയൊക്കെ കുലീനമായിട്ട് കണ്ടിട്ടില്ല. ദാറ്റ് മീൻസ് നോട്ട് ബൈ മെറിറ്റില്ലെന്ന്. ഈ മനുഷ്യന്മാരും മോസസ് ആയാലും ജോഷു ആയാലും അവർക്കെല്ലാം ഉള്ള ഒരു ഐഡിയ കുലീനത അല്ലെങ്കിൽ മെറിറ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോഴും ദൈവത്തിൻ്റെ തീരുമാനം വേറെയായിരിക്കും. ദൈവം എപ്പോഴും വർക്ക് ചെയ്യണം മെറിറ്റിലല്ല. എന്താ പിന്നെ എങ്ങനെയാണ്? ഗ്രേസിൽ വർക്ക് ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? റൂത്ത് കാലാപെറുക്കാൻ ചെന്നതാണ് ബോവാസിൻ്റെ ബാർലിപ്പാടത്ത്. പിന്നീട് റൂത്ത് മുമ്പിൽ വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ജന്മിയുടെ ഭാര്യയായിട്ട് അവൾ മാറും. അവൾ നിന്ന് ജെസ്സെ ജനിക്കും. ജെസ്സയ്ക്ക് മുമ്പ് ഒരാളുണ്ട്. ജെസ്സയിൽ നിന്നാണ് പിന്നീട് ദാവീദിൻ്റെ വംശത്തിൽ ഈശോയൊക്കെ പിറക്കുന്നത്. എന്നൊക്കെ മൊവാബിൽ നിന്ന് ഈശോയിലേക്കുള്ള ദൂരം കണ്ടില്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. കൈയിടിച്ച് കർത്താൻ